2018 മഹാപ്രളയത്തിന് ശേഷം നെതർലൻഡ്സ് കാണാൻ വിമാനം കയറിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡച്ച് സന്ദർശനം കേരളത്തിന് തന്നത് വെറും പൊള്ളയായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. റൂം ഫോർ റിവർ എന്ന നിയമസഭയിൽ നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിച്ചു പറഞ്ഞ പിണറായി സർക്കാർ എന്തു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയത്? വൻ സാമ്പത്തിക ചെലവിൽ വിദേശയാത്ര നടത്തിക്കൊണ്ടുവന്ന സ്വപ്ന പദ്ധതികൾ ഇന്ന് സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടയിൽ കുടുങ്ങി പൂപ്പൽ പിടിക്കുമ്പോൾ കേരളത്തിലെ ഓരോ നദീതീരങ്ങളും വീണ്ടും വീണ്ടും വെള്ളത്തിനടിയിലാവുകയാണ്. പ്രളയം വരുമ്പോൾ മാത്രം പിണറായി ഉയർത്തുന്ന ഡച്ച് മാതൃക എന്ന കടലാസ് പുലിക്ക് പിന്നിലെ യഥാർത്ഥ അനാസ്ഥ പുറത്തുവരികയാണ്. കേരളത്തിൽ അടിക്കടി ഉണ്ടാക്കുന്ന പ്രളയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എന്ന പേരിൽ കൊണ്ടുവന്ന റൂം ഫോർ റിവർ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടതും അട്ടിമറിക്കപ്പെട്ടതുമാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്കുള്ള പ്രധാന കാരണം. നദികൾക്ക് ചുറ്റും കൂറ്റൻ മതിൽക്കെട്ടുകൾ പണിയുന്ന പരമ്പരാഗത രീതിക്ക് പകരം നദിക്ക് ഒഴുകാൻ ആവശ്യത്തിന് സ്വാഭാവിക സ്ഥലം നൽകുന്ന ഡച്ച് മാതൃകയാണ് റൂം ഫോർ റിവർ. 2018 മഹാപ്രളയത്തിന് ശേഷം തകർന്നു പോയ കുട്ടനാടിനെ പുനരധിവസിപ്പിക്കാൻ റൂം ഫോർ പമ്പ, റൂം ഫോർ വേമ്പനാട് എന്നീ വൻകിട പദ്ധതികൾ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ നേരിട്ട് നെതർലൻഡ്സിൽ പോയി പഠനം നടത്തുകയും ചെയ്തു. എന്നാൽ കൺസൾട്ടൻസികളെ തെരഞ്ഞെടുക്കുന്നതിലെ കള്ളക്കളികളും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അനാസ്ഥയും കാരണം ഈ പദ്ധതികളെല്ലാം ജലരേഖയായി മാറി. സമുദ്രനിരപ്പിൽ നിന്ന് 1.2 മുതൽ 3 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ നെതർലാൻഡ്സിന് സമാനമാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെയും പുഴയുടെയും ആഴവും വീതിയും കൂട്ടുക, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് സമാന്തരമായുള്ള കനാലുകളിലെ തടസ്സങ്ങൾ മാറ്റുക, പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിലെ എക്കലും മണൽത്തിട്ടുകളും നീക്കുക എന്നിവയൊക്കെയായിരുന്നു റൂം ഫോർ പമ്പയുടെ കാതൽ. റിപ്പോർട്ട് തയ്യാറാകുന്നു, കനാലുകൾ ആഴം കൂട്ടുമെന്നൊക്കെ നിയമസഭയിൽ മനോഹരമായ വാക്കുകളാൽ പിണറായി വിജയൻ ജനങ്ങളെ വിശ്വസിപ്പിച്ചെങ്കിലും പ്രഖ്യാപനങ്ങൾക്കൊന്നും പ്രവൃത്തിയുടെ പിൻബലമുണ്ടായില്ല. പ്രളയകാലത്ത് മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയില്ലാതെ കുട്ടനാടും പമ്പാതീരങ്ങളും ഇന്നും മുങ്ങുകയാണ്. ജനങ്ങളുടെ നികുതി പണം മുടക്കി വിദേശത്ത് പോയി പഠിച്ചു വന്ന പദ്ധതികൾ നടപ്പിലാക്കാതെ ജനങ്ങളെ വെള്ളത്തിൽ നിർത്തി തമാശ കാണിക്കുകയാണ് മുൻ സർക്കാർ എന്ന കടുത്ത ആക്ഷേപം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഇനി ഈ പറഞ്ഞതിനെയെല്ലാം വെളുപ്പിക്കാനുള്ള അടുത്ത സ്ക്രിപ്റ്റിനായി കാത്തിരിക്കുകയാണ് കേരളം.